2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു അധികാരമാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന പല ഫലപ്രവചനങ്ങളും രാഷ്ട്രീയ വിലയിരുത്തലുകളും വ്യക്തമാക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഒരു പതിറ്റാണ്ട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം UDF അധികാരത്തിലേക്ക് എത്തുവാൻ പോകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. മെയ് 4-ന് ഭൂരിപക്ഷം നേടി UDF അധികാരത്തിലെത്തുമെന്ന് ഉറപ്പായാൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്കും ചൂടുപിടിക്കും. UDFനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ നിന്ന് തന്നെയാകും മന്ത്രിസഭയിൽ കൂടുതൽ അംഗങ്ങൾ എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഇതര ഘടകകക്ഷികൾക്കും വലിയ പ്രാധാന്യവും പ്രാമുഖ്യവും പ്രാതിനിധ്യവും ഉറപ്പാക്കുവാൻ എല്ലാ കാലത്തും കോൺഗ്രസ് UDFൽ ശ്രമിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ UDF ഇതര ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിസഭ രൂപീകരിക്കുന്ന സാഹചര്യത്തിൽ മന്ത്രിമാരാകുവാൻ സാധ്യതയുള്ള നേതാക്കൾ ആരൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ വിശകലനം ചെയ്യുന്നത്. UDFൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷി അല്ലെങ്കിൽ ഘടകകക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. 2011-16 കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ ആദ്യ സമയത്ത് ലീഗിന് 4 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് 5ാമതൊരു മന്ത്രി പദവി കൂടി ലീഗിന് കോൺഗ്രസ് അനുവദിച്ച് നൽകുന്നത്. ഏതൊക്കെയാണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ലീഗിന് 4-5 മന്ത്രിമാർ 2026-ൽ UDF മന്ത്രിസഭയുണ്ടാക്കുമ്പോൾ ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ലീഗിനെ സംബന്ധിച്ച് മന്ത്രിമാരാകുമെന്ന് ഇപ്പോൾ ഉറപ്പിച്ചു പറയുവാൻ പറ്റുന്ന ആദ്യ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയാണെങ്കിൽ രണ്ടാമത്തെ നേതാവ് KM ഷാജിയാണ്. 1991 മുതൽ ലീഗിൻ്റെ പ്രതിനിധിയായി UDF മന്ത്രിസഭയിലെ രണ്ടാമനായി നിലകൊണ്ടിട്ടുള്ള നേതാവാണ് PK കുഞ്ഞാലിക്കുട്ടി. PK കുഞ്ഞാലിക്കുട്ടി 2026-ലെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങുവാനുള്ള സാഹചര്യങ്ങളും സജീവമാണ്. UDF അധികാരത്തിലെത്തുമ്പോൾ കുഞ്ഞാലിക്കുട്ടി തന്നെയായിരിക്കും UDF മന്ത്രിസഭയിലെ രണ്ടാമനെന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ PK കുഞ്ഞാലിക്കുട്ടി 2026-ൽ UDFൻ്റെ മന്ത്രിസഭയിൽ പ്രതിനിധിയായി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. രണ്ടാമതായി ലീഗിൽ നിന്നും മന്ത്രി പദവി ഉറപ്പിച്ചിട്ടുള്ളത് KM ഷാജി എന്ന നേതാവാണ്. ഒരു തലമുറ മാറ്റത്തിൻ്റെ പ്രതീകം എന്ന നിലയിലായിരിക്കും KM ഷാജി 2026-ൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി അധികാരത്തിലെത്തുവാൻ പോകുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ കാലശേഷം ലീഗിലൊരു തലമുറ മാറ്റം സംഭവിക്കുമ്പോൾ പ്രധാനപ്പെട്ട നേതൃമുഖങ്ങളിൽ ഒരാളായി വിലയിരുത്തപ്പെടുന്ന വ്യക്തിത്വം കൂടിയാണ് KM ഷാജി. കുഞ്ഞാലിക്കുട്ടിയുമായി രാഷ്ട്രീയ ഭിന്നത പല ഘട്ടത്തിലും തുറന്നു പറഞ്ഞിട്ടുള്ള KM ഷാജിക്ക് പക്ഷേ ഇത്തവണ സുരക്ഷിത മണ്ഡലം തന്നെ അനുവദിച്ചുകൊണ്ട് അദ്ദേഹത്തെ മത്സരരംഗത്ത് ഇറക്കിയതിൽ നിന്ന് തന്നെ ഷാജി UDF അധികാരത്തിലെത്തിയാൽ മന്ത്രിയാകും എന്നതിൻ്റെ കൃത്യമായ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ലീഗിൻ്റെ കാര്യത്തിൽ 2 പേരുടെ മന്ത്രിസ്ഥാനം ഉറപ്പാണെങ്കിൽ ഇനി അടുത്ത ഘടകകക്ഷിയായ ജോസഫ് ഗ്രൂപ്പിൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർക്ക് എത്ര മന്ത്രിമാരെ ലഭിക്കും എന്ന ചോദ്യം പോലും പ്രസക്തമാണ്. ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് 8 സീറ്റിൽ മത്സരിച്ച ജോസഫ് ഗ്രൂപ്പിന് ഏറ്റവും കുറഞ്ഞത് 5 സീറ്റ്, പരമാവധി 7 സീറ്റുകൾ വരെ ലഭിക്കുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ജോസഫ് ഗ്രൂപ്പിന് ഇത്തരത്തിൽ 7 സീറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ 2 മന്ത്രിമാർ ആ പാർട്ടിയിൽ നിന്നുണ്ടാകുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും ജോസഫ് ഗ്രൂപ്പിൻ്റേതായി ഒരു മന്ത്രിയെങ്കിലും UDF മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ആരായിരിക്കും എന്ന കാര്യത്തിലും ഒരു തർക്കവും നിലനിൽക്കുന്നില്ല എന്നതാണ് വസ്തുത. PJ ജോസഫ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാറി നിൽക്കുവാൻ തീരുമാനിച്ചതോടെ ജോസഫിന് പിന്നിൽ എല്ലാ കാലത്തും അടിയുറച്ചു നിന്നിട്ടുള്ള ജോസഫ് ഗ്രൂപ്പിലെ രണ്ടാമനായിട്ടുള്ള കടുത്തുരുത്തിയുടെ ജനപ്രതിനിധി മോൻസ് ജോസഫ് തന്നെയായിരിക്കും ജോസഫ് ഗ്രൂപ്പിന് വേണ്ടി മന്ത്രിസഭയിൽ പ്രതിനിധിയായി എത്തുക എന്നതാണ് പൊതുവിലയിരുത്തൽ. അതുതന്നെ സംഭവിക്കുവാനാണ് 99.99% സാധ്യതയും നിലനിൽക്കുന്നത്. ഇനി ഇതര ഘടകകക്ഷികളിലേക്ക് വരുമ്പോൾ RSPയുടെ പ്രതിനിധിയായി 2 പേർ ഇത്തവണ നിയമസഭയിലെത്തുമെന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചവറയിൽ നിന്ന് ഷിബു ബേബി ജോണും അതുപോലെ തന്നെ കുന്നത്തൂരിൽ നിന്ന് ഉല്ലാസ് കോവൂരും RSPയുടെ പ്രതിനിധികളായി നിയമസഭയിലെത്തുവാൻ സാധ്യത ഏറെ കൽപ്പിക്കപ്പെടുന്ന നേതാക്കളാണ്. അങ്ങനെ UDF അധികാരത്തിലെത്തുന്ന സാഹചര്യത്തിൽ വിജയിച്ചു വന്നാൽ ഷിബു ബേബി ജോൺ തന്നെയായിരിക്കും RSPയുടെ പ്രതിനിധിയായി മന്ത്രിസഭയിലെത്തുവാൻ പോകുന്ന നേതാവ് എന്ന കാര്യത്തിലും ഒരു തർക്കങ്ങളും നിലനിൽക്കുന്നില്ല. MV രാഘവൻ്റെ പാർട്ടിയുടെ പ്രതിനിധിയായി എല്ലാ കാലത്തും UDFൽ അടിയുറച്ചു നിന്നിട്ടുള്ള നേതാവാണ് CP ജോൺ എന്ന വ്യക്തിത്വം. 2026-ൽ CP ജോൺ നിർബന്ധമായും നിയമസഭയിൽ എത്തണമെന്നുള്ള ഒരു കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും വാശിയാണ് തിരുവനന്തപുരം പോലെ ഒരു സുരക്ഷിതമായ സീറ്റ് അദ്ദേഹത്തിന് അനുവദിച്ച് നൽകുവാൻ മുന്നണിയെ പ്രേരിപ്പിച്ചത്. നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് CP ജോൺ എന്ന നേതാവ് തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ നിന്ന് വിജയം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കുന്നതാണ്. CP ജോണിനെ പോലൊരു നേതാവ് വിജയിച്ചു വന്നാൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പിൻ്റെ ചുമതല ഉൾപ്പെടെ കൈകാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹം മന്ത്രിസഭയിൽ CMPയുടെ പ്രതിനിധിയായി UDFൻ്റെ മന്ത്രിയായി ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കങ്ങളൊന്നും നിലനിൽക്കുന്നില്ല.
ടി.എൻ. ജേക്കബിൻ്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി ടി.എൻ. ജേക്കബിൻ്റെ പിൻഗാമിയായി 2011-16 കാലഘട്ടത്തിൽ മന്ത്രിയായിട്ടുള്ള നേതാവാണ് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അനൂപ് ജേക്കബ്. 2026 UDF അധികാരത്തിലെത്തുമ്പോൾ അനൂപ് ജേക്കബ് പിറവത്ത് നിന്ന് വിജയിക്കുമെന്ന കാര്യത്തിലും യാതൊരു തർക്കവും നിലനിൽക്കുന്നില്ല. അതിനാൽ തന്നെ അനൂപ് ജേക്കബ് തന്നെയായിരിക്കും UDFിൽ ജേക്കബ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി മന്ത്രിസഭയിൽ അംഗമാകുവാൻ പോകുന്ന നേതാവ്. UDFിലെ ഘടകകക്ഷിയായ KDPയുടെ പ്രതിനിധിയായ പാലായുടെ സിറ്റിംഗ് MLA മാണി സി കാപ്പൻ 3ാം വട്ടവും തുടർച്ചയായ വിജയം പാലായിൽ നിന്ന് നേടുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന രാഷ്ട്രീയ വിശകലനങ്ങളും വിലയിരുത്തലുകളും തെരഞ്ഞെടുപ്പ് ഫലപ്രവചനങ്ങളും സൂചിപ്പിക്കുന്നത്. അങ്ങനെ കാപ്പൻ വിജയിച്ചു വരുമ്പോൾ UDFിലെ അവസാനത്തെ ഘടകകക്ഷിയുടെ പ്രതിനിധിയായി മാണി സി കാപ്പനും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. ഏതൊക്കെയാണെങ്കിലും ഇതിനു പുറമെ UDFിലെ 2 അഫിലിയേറ്റ് കക്ഷികളുടെ പ്രതിനിധികൾക്കും മന്ത്രിസഭയിൽ ഇടം ലഭിക്കുവാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാകുന്നത്. RMP എന്ന പാർട്ടിയുടെ പ്രതിനിധിയായി KK രമയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി PV അൻവറുമാണ് UDFിലെ അഫിലിയേറ്റ് കക്ഷികളുടെ പ്രതിനിധികളായി നിയമസഭയിലേക്ക് മത്സരിക്കുന്ന നേതാക്കൾ. PV അൻവർ ബേപ്പൂരിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിനെ പരാജയപ്പെടുത്തുവാനുള്ള സാധ്യതകൾ രാഷ്ട്രീയ വൃത്തങ്ങൾ ഇപ്പോൾ തന്നെ തള്ളിക്കളയുന്നുമില്ല. അൻവറിൻ്റെ പ്രചരണ പരിപാടികളിലെ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഇതിൻ്റെ കൃത്യമായ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ വിജയിച്ചു വരുമ്പോൾ PV അൻവറിനും KK രമയ്ക്കും മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ലഭിക്കും. എന്നാൽ ഫുൾ ടേം ഇരുവർക്കും ലഭ്യമാകുവാനുള്ള സാധ്യതയില്ല. KK രമയ്ക്കും PV അൻവറിനുമിടയിൽ 2.5 വർഷക്കാലം വീതം മന്ത്രിപദവി വീതിക്കുക എന്ന നിലയിലേക്കായിരിക്കും UDF ഒരു ഫോർമുല തയ്യാറാക്കുവാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനകളും കൃത്യമായി പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ UDF അധികാരത്തിലെത്തിയാൽ മന്ത്രിസഭയിൽ കോൺഗ്രസ് ഇതര പാർട്ടികളിൽ നിന്ന് പ്രാതിനിധ്യം നേടുമെന്ന് ഉറപ്പുള്ള, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നാൽ പ്രാതിനിധ്യം നേടുമെന്ന് ഉറപ്പുള്ള നേതാക്കളുടെ പട്ടികയാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ലീഗിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടിയും KM ഷാജിയും മന്ത്രിപദവി ഉറപ്പാക്കിയിട്ടുണ്ട്. അതുപോലെ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് മോൻസ് ജോസഫ് മന്ത്രിപദവി ഉറപ്പാക്കിയിട്ടുണ്ട്. RSPയിൽ നിന്ന് ഷിബു ബേബി ജോൺ മന്ത്രിപദവി ഉറപ്പാക്കിയിട്ടുള്ള നേതാവാണ്. അതുപോലെ CMPയിൽ നിന്ന് CP ജോണും KDPയിൽ നിന്ന് മാണി സി കാപ്പനും മന്ത്രിപദവിയിൽ എത്തുമെന്ന് ഉറപ്പുള്ള നേതാക്കളാണ്. അഫിലിയേറ്റ് കക്ഷികളായ തൃണമൂൽ കോൺഗ്രസിൻ്റെയും RMPയുടെയും പ്രതിനിധികളായി ചുരുങ്ങിയ ടൈമിലേക്കെങ്കിലും KK രമയും PV അൻവറും വിജയിച്ചു വന്നാൽ മന്ത്രിപദവിയിൽ എത്താൻ പോകുന്ന നേതാക്കളാണെന്നുള്ള കൃത്യമായ വിലയിരുത്തൽ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.